ഹലോ നമസ്കാരം. ALG ഫാഷൻ ലാബിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് ഈ OHP ഷീറ്റിൽ ഇതുപോലെ ഡിസൈൻസ് ചെയ്തെടുത്തതിന് ശേഷം എങ്ങനെയാണ് കട്ട് ചെയ്യുന്നതെന്ന് നോക്കിയാലോ. അപ്പം അതിന് വേണ്ടിയിട്ട് ഒരു ഡിസൈൻ എടുത്തിട്ടുണ്ട്. അപ്പം അതിന് ഞാൻ ആദ്യം ചെയ്യുന്നതെന്ന് വെച്ചാൽ സാധാ സിസേഴ്സിലെ അത് ഉപയോഗിച്ച് ഇതുപോലെ ഔട്ട്ലൈൻ മാത്രം ഒന്ന് കട്ട് ചെയ്തെടുക്കും. ഈ ഔട്ട്ലൈൻ കട്ട് ചെയ്യാൻ മാത്രമാണ് കേട്ടോ ഞാൻ ഈ വലിയ സിസേഴ്സ് യൂസ് ചെയ്യുന്നത്. അത് കഴിഞ്ഞാൽ പിന്നെ ഇത് ഈ ഒരു ടൂളാണ് ഉപയോഗിക്കുന്നത്. അപ്പം ഈ ഒരു ടൂളിന്റെ പേര് ത്രെഡ് കട്ടർ എന്നാണ് കേട്ടോ. അപ്പൊ ഈ ത്രെഡ് കട്ടർ ഞാൻ സെപ്പറേറ്റ് വാങ്ങിയതല്ല, എൻ്റെ സ്യൂയിങ് മെഷീൻ വാങ്ങിച്ചപ്പോൾ അതിന്റെ കൂടെ കിട്ടിയതാണ് കേട്ടോ. അല്ലാതെ സാധാ കടകളിലും ഇത് വാങ്ങിക്കാൻ കിട്ടും കേട്ടോ. അപ്പൊ ഈ ത്രെഡ് കട്ടർ കൊണ്ട് ഞാൻ ഇതുപോലെ ചെറിയ ചെറിയ വി ഷേപ്പിൽ ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കും കേട്ടോ. അപ്പോഴാണ് നമുക്ക് കറക്റ്റ് ആയിട്ട് ആ ഡിസൈനിന് ചുറ്റും ഇതുപോലെ വൃത്തിയിൽ കട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നത്. സത്യം പറഞ്ഞാൽ ഈ ഒരു കട്ടറിന്റെ ആവശ്യം മാത്രമേ വരുന്നുള്ളൂ. നല്ല വൃത്തിക്ക് തന്നെ നമുക്ക് കട്ട് ചെയ്ത് കിട്ടും. പിന്നെ എക്സ്ട്രാ ഫിനിഷിംഗ് ഒക്കെ വേണമെങ്കിൽ ചന്ദനത്തിരിയോ അല്ലെങ്കിൽ സോൾഡറിങ് അയൺ ഉപയോഗിച്ച് ഒന്ന് ഫിനിഷ് ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. അപ്പൊ പ്ലാസ്റ്റിക് അങ്ങനെ കരിക്കുന്ന അത്ര നല്ല കാര്യമല്ലല്ലോ, അതുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്യാറില്ല പൊതുവെ. ഈ കട്ടർ കൊണ്ട് തന്നെ നമുക്ക് നല്ല ഫിനിഷിങ്ങിൽ കിട്ടുമെങ്കിൽ പിന്നെ സോൾഡറിങ് അയൺ അല്ലെങ്കിൽ ചന്ദനത്തിരി യൂസ് ചെയ്യേണ്ട കാര്യമില്ല കേട്ടോ. അപ്പൊ ഇതേ നമ്മുടെ ഫസ്റ്റ് ഡിസൈൻ ഏകദേശം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. സാധാ കമ്മലുകളും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുന്ന വീഡിയോസിൽ ഞാനിത് കട്ട് ചെയ്യുന്നത് കാണിക്കാറില്ല കേട്ടോ. എന്താന്ന് വെച്ചാൽ വീഡിയോ ലെങ്തി ആയി പോവില്ലേ, അതുകൊണ്ട്. അപ്പൊ ഇതേ ഫസ്റ്റ് ഡിസൈൻ ഇതുപോലെ പെർഫെക്റ്റ് ആയിട്ട് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ബാക്ക് സൈഡ് ഇതുപോലെയാണ് വരുന്നത്. കണ്ടോ, ഈ ത്രെഡ് കട്ടർ ഉപയോഗിച്ച് തന്നെ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഷേപ്പ്. അപ്പൊ ഈ ഇതുപോലെയുള്ള ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കുന്നതിൽ എനിക്ക് ഒട്ടും ഇഷ്ടമല്ലാത്ത പരിപാടിയാണ് കേട്ടോ ഈ കട്ടിങ്. പക്ഷെ എന്ത് ചെയ്യാനാ, കട്ട് ചെയ്തല്ലേ പറ്റുള്ളൂ. ഇനി ഞാൻ നിങ്ങൾക്ക് വേറൊരു ഡിസൈൻ, അതായത് ഈ ലോട്ടസ് ഡിസൈൻ എങ്ങനെയാണ് കട്ട് ചെയ്തെടുക്കുന്നതെന്ന് കാണിച്ചു തരാം. അതും ഇതുപോലെ തന്നെ ഔട്ട്ലൈൻ മാത്രം സാധാ സിസേഴ്സ് വെച്ച് ഞാൻ കട്ട് ചെയ്തെടുക്കുവാണ്. അതിനുശേഷം നമ്മുടെ കട്ടർ ഉപയോഗിച്ച് കട്ട് ചെയ്തെടുക്കുവാണ് കേട്ടോ. നേരത്തെ പറഞ്ഞതുപോലെ ഗ്രൂവ്സ് ഒക്കെ വരുന്ന ഏരിയയില്ലേ, അവിടെ വി ഷേപ്പിൽ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ മതി. അപ്പൊ നമ്മുടെ ഡിസൈൻ പെർഫെക്റ്റ് ആയിട്ട് കട്ട് ചെയ്ത് കിട്ടും കേട്ടോ. ഔട്ട്ലൈൻ കട്ട് ചെയ്തെടുക്കാനും സിസേഴ്സ് യൂസ് ചെയ്യണമെന്നൊന്നും ഇല്ല കേട്ടോ. ഈ കട്ടർ തന്നെ യൂസ് ചെയ്താൽ മതി. ആകെ ഈ ഒരേ ഒരു ടൂൾ ഉണ്ടെങ്കിൽ നമുക്ക് ഇത് പെർഫെക്റ്റ് ആയിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കാൻ പറ്റും. OHP ഷീറ്റിൽ നിന്ന് നമ്മൾ എങ്ങനെയാണ് കട്ട് ചെയ്തെടുക്കുന്നത് എന്നുള്ളതിന്റെ വീഡിയോ ആണ് കേട്ടോ നമ്മളിപ്പോൾ കണ്ടത്. നിങ്ങളൊക്കെ ഇങ്ങനെയൊക്കെ തന്നെയാണോ ചെയ്യുന്നത് എന്നുള്ളത് കമന്റ് ചെയ്യണേ. വേറെ ഏതെങ്കിലും ടൂൾ ഉപയോഗിച്ച് ഇതിലും എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുമെങ്കിൽ അതും കൂടി കമന്റ് ചെയ്യണം കേട്ടോ. ഹാൻഡ് മെയ്ഡ് ആയിട്ടുള്ള ജ്വല്ലറി മേക്കിംഗ് വീഡിയോസ് ഒക്കെ കാണാൻ താല്പര്യമുള്ളവരാണെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണേ. ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും ആണ് കാണുന്നതെങ്കിൽ ഫോളോ ചെയ്യാൻ മറക്കരുതേ. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഓണം റിലേറ്റഡ്, അതായത് ഓണം തീമിലുള്ള ഐറ്റംസിന്റെ വീഡിയോസ് ആണ് കേട്ടോ പോസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഡെയിലി രാത്രി 7 മണിക്കാണ് ഞാൻ വീഡിയോ പോസ്റ്റ് ചെയ്യാറ്. അപ്പോൾ ഇതുവരെ കാണാത്തവരൊക്കെ ഒന്ന് കണ്ടു നോക്കുക. കൂടുതൽ വീഡിയോസ് കാണാനായി സബ്സ്ക്രൈബ് ചെയ്യുക.